ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമൂസ് അപ്പൂസ് ഒഫീഷ്യൽ. ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിരപ്പള്ളിയിലെ സ്റ്റെർലിംഗ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് കേട്ടോ. അതെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, കേട്ടടാ, അമ്മൂസ് ഉണ്ട്, താഴത്ത് സുട്ടുമോനുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അങ്ങേ അറ്റത്ത് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേയിലാണ് നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഗായ്സ്. എന്താ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഗായ്സ്. നമ്മൾ ഒരുമിച്ചിട്ട് ഇപ്പോൾ ഒരുമിച്ചിട്ടല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ 2 ദിവസത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. ഒന്ന് ഇവിടെയും, പിന്നെ നമ്മൾ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞാൽ നമ്മൾ നേരെ മാമലക്കണ്ടം മറം റിസോർട്ടിലോട്ടും പോകും കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ കാണണം. അപ്പോൾ അടിപൊളി വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് കിട്ടി ഗൈസ്. ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് എന്താന്നല്ലേ? കാണിച്ചു തരാം മുസേ. അപ്പോ ഇത് DJയുടെ ഓസ്മോ പോക്കറ്റ് 3 ക്രിയേറ്റർ കോംബോ എന്ന് പറഞ്ഞൊരു ക്യാമറ സെറ്റ് ആണ്. നമ്മുടെ കുഞ്ഞു പെങ്ങള് ആരുതിക്കുട്ടി നമുക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു സൂചനയില്ലായിരുന്നു, വീട്ടിൽ വന്ന് നമുക്ക് സർപ്രൈസ് തരുമായിരുന്നു ആള് സെറ്റ് ചെയ്ത ടീമുകളെല്ലാരും കൂടി. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കാരണം ഞങ്ങൾ ശരിക്കും ഞെട്ടി തനിച്ച് കേട്ടോ. അപ്പൊ ഒത്തിരി ടാങ്ക്സ് ഉണ്ട് അവൾക്ക്. ഇവിടെ അടുത്തുണ്ടായത് കെട്ടിപ്പിടിച്ച് 2 ഉമ്മ കൊടുത്തല്ലേ. അത്രക്ക് സന്തോഷമായി ഞങ്ങൾക്ക് ഈ സാധനം ഞങ്ങളുടെ കൈ കിട്ടിയപ്പോഴത്തേക്കും. അപ്പോൾ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഗൈസ്. അത് നമ്മൾ സെപ്പറേറ്റ് ഇതിനു വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം ഇടാം. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ഇനി ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളിവിടെ പറഞ്ഞ വഴിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ, സ്റ്റെർലിംഗ് അതിരപ്പള്ളി. എടാ, നീ ഇപ്പൊ എവിടെയാടാ നിക്കണേ? അപ്പാപ്പനല്ല, ഇത് സ്റ്റെർലിംഗ് ബിയറിന്റെ പേര് പോലെ ഉണ്ടല്ലേ മൂസേ. ഇങ്ങോട്ടേക്ക് വാ. അതെ, നമ്മുടെ റൂമിലോട്ട് കയറാൻ പോവാണ്. നല്ല അടിപൊളി റിവർ വ്യൂ ഉള്ള ഒരു റൂമാണ് നമുക്ക് തന്നേക്കുന്നതെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഒന്ന് നോക്കാവേ. ഗായ്സ്, ദേ ഇതാണ് നമ്മുടെ മുറി. സുത്തുമോൻ ഒന്ന് താഴത്ത് വീണ് കേട്ടോ. അതാണ് ഈ ചെറിയ കരച്ചില് കണ്ടോ. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. നേരെ കാണിച്ചു തരാം, ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാവേ. ഒന്ന് ഡോറ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ചുട്ടുമോൻ ഇരിക്കുന്നു കണ്ടോ. ഇത് നമ്മുടെ റൂമിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ഇതാണ് ലേക്ക് സൈഡ്. ഇത് കൊള്ളാം, നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മളിത് അങ്ങേ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ അതിരപ്പള്ളിയിലെ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഓക്കെയാണ്, പക്ഷെ ഇതിവിടെ കുറച്ച് ടീമുകൾ കുളിക്കുന്നുണ്ട്. ഈ കുളിസിയും കണ്ട് നമ്മൾ നിൽക്കേണ്ടി വരും. റൂം കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ചെറിയ റൂമാണ് അല്ലേ, കുറച്ചൊരു ഇടുങ്ങിയ റൂമാണ്. അപ്പോൾ നമുക്ക് താഴത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പ്ലേറ്റിലോട്ടൊന്ന് നോക്കിയേ. എന്തോ മഞ്ഞ കളറിലൊരു റൈസ്, ചിക്കൻ കറി, മീൻ കറി, സൂപ്പ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ബഫേ ആയിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നോക്കി നമ്മൾ തന്നെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതൊന്നുമല്ല, ഇതാണ് കേട്ടോ ഗായ്സ്. നമ്മൾ നല്ലൊരു അരുവിയുടെ സൈഡിലിരുന്നാണ് ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. പീസ്ഫുൾ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതേ ചുട്ടുമണിക്ക് ഇവിടെ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറമ്പിലെ കല്ലൊക്കെ വാരി ഫൗണ്ടൈനിൽ എറിഞ്ഞ് വെള്ളം നിറയ്ക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അവർ. ഒന്നും പറയാനില്ല, ബിസി വർക്കാണ്. എന്തായാലും ചുട്ടുമണിക്ക് ഒത്തിരി സന്തോഷമായ കേട്ടോ ഈ ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് പിന്നെ ആളെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി ഗായ്സ്. കാരണം പച്ചപ്പും ഹരിതാപും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആളൊരു സ്പോർട്സ് മൂഡിലോട്ട് മാറുമായിരുന്നു. പിന്നെ ഓട്ടവും ചാട്ടവും കളിയും ചിരിയൊക്കെ ആയിരുന്നു ഗായ്സ്.
ഗായ്സ് നമ്മുടെ റൂമിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം. അപ്പോൾ അതെ ഞാനും അമ്മൂസും സുട്ടുമോനും കൂടി ഒന്ന് വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങിയതാണേ. അല്ലേ സുട്ടുമോനെ, നീ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ പണ്ടെപ്പോഴോ വന്നൊരു ഓർമ്മയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തു. അമ്മൂസ് ഇങ്ങനെ കയറ്റുണ്ടാവും ഞങ്ങൾ ആലോചിച്ചില്ല കേട്ടോ. അതെ അമ്മൂസ് ഇവിടെ നടന്ന് കഷ്ടപ്പെടുവാണ് കൈസ്. കാണിച്ചിരാവേ കണ്ടോ, താഴത്തോട്ട് നോക്കുമ്പോ അറിയാം അമ്മൂസ് പിടിച്ചു. ഇവൻ എന്തായാലും ഒന്ന് താഴത്തിറക്കി വിടാം. ഇറങ്ങിക്കോ, ഓടിച്ചോ. എങ്ങോട്ടേക്കാ? മുകളിലോട്ട് പോട്ടെ. ആ പോട്ടെ. ടാറ്റ കൊടുത്ത് കയറിക്കോ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നല്ല കുത്തിനകൾ ഇറക്കുവാണ് കേട്ടോ. അതെ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വെയിലാണ്. നമ്മുടെ കുട്ടുമോ മിക്കവാറും ക്ഷീണിതരാവും. നല്ല വെയിലാണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ ഒരു തണലത്തിരിക്കാന്ന് വിചാരിച്ചു. എടാ വാടാ ഇവിടെ. ഇത് കണ്ട വെയിലാണ്. വാവച്ചിക്ക് പനി വരും. വാവച്ചിക്ക് സമ്മതിക്കല. അങ്ങനെ ഗായ്സ് അതിരപ്പള്ളിയിലെ വെയിൽ കൊണ്ട് ഫ്ലൈ കണക്കായ നമ്മളിപ്പോ ഒന്ന് കൂൾ ഡൗൺ ആകാനായിട്ട് വന്നേക്കുവാണ് കേട്ടോ. എന്താന്നല്ലേ അതെ നമ്മൾ പൂളി ചാടാനായിട്ട് വന്നിരിക്കുവാണ് ഗായ്സ്. അപ്പോ അമ്മൂസ് അവന്റെ ബലൂൺ വീർപ്പിക്കാനുള്ള പരിപാടിയില്ല. എന്താ അമ്മൂസ് ആ ബലൂൺ ഒന്ന് കാണിച്ചോടി. കണ്ടോ, നമ്മുടെ ചുറ്റുപാടിയുടെ ആദ്യത്തെ പൂൾ എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. അതെ, അപ്പോ നമ്മള് ആ സാധനം ഒന്ന് വീർപ്പിക്കണം. വീർപ്പിച്ചാലാ? ഈ വേറൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നടി. ഇവിടുന്ന് ഇല്ലേ അങ്ങോട്ടേക്ക് നോക്കിക്കേ. നമ്മൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാം കേട്ടോ. ആ കാണുന്നതാണ് വാട്ടർഫാൾസ്. അപ്പോ ഗായ്സ് ഒന്ന് തണുത്തു അല്ലേ മുസേ? തണുത്ത് നല്ല സെറ്റായി. ആ ചൂടും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോകുവാണ്. ഒന്ന് റൂമിൽ പോകണം. ഇതൊക്കെ ഒന്ന് ഊരി മാറ്റണം. അങ്ങനെ സുഹൃത്തുക്കളെ പൂളിലെ അഭ്യാസവും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റായി കേട്ടോ. കുറച്ചു നേരം കിടന്നപ്പോ ഒന്ന് ഉറങ്ങിയ ക്ഷീണമൊക്കെ തീർത്തിട്ട് രാത്രിയായി. നമ്മളപ്പോ ലഞ്ചല്ല ഡിന്നർ കഴിക്കുന്നതിന്റെ നമ്മളീ നിൽക്കുന്നത് ഈ കാണുന്ന കുറ്റാക്കൂടിയിട്ടുള്ള ഭാഗം നമ്മുടെ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഒരു സ്പോട്ടില്ലേ, മറ്റേ അരുവിയൊക്കെ ഒഴുകി വീഴത്തില്ലേ. ഇപ്പോഴത്തെ ഫുള്ള് ഈ മറ്റേ ഒഴുക്ക വെള്ളച്ചാട്ടോ അല്ല വെള്ളം ഒഴുകി പോകുന്ന സ്പോട്ടാ. പിന്നെ ധാരാളമായിട്ട് കേൾക്കുമായിരിക്കും. അപ്പൊ നല്ലൊരു ആംബിയൻസ് ആണ്. നിങ്ങൾ നോക്കാൻ നേരത്തെ കുളിക്കിനൊക്കെ ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മള് ഫുട്ബോളിങ്ങിനാണ് ഇടക്കിടക്കൊക്കെ വന്നിട്ട് ചിക്കന്റെ പീസൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പോ നമ്മള് ഇന്ന് ഇവിടുന്ന് കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ ഇവിടുന്ന് നേരെ നമ്മള് മാമലക്കണ്ണം പോവാണ് കേട്ടോ. അപ്പോ നേരെ നമുക്കിനി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം അല്ലേ? അപ്പൊ